അക്കാഡമി പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കുവാൻ പോകുന്നത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങളെ പറ്റിയാണ്. സൈമൺ കമ്മീഷൻ 1927 രൂപീകരിച്ചത്. അപ്പോൾ സൈമൺ കമ്മീഷൻ രൂപീകൃതമായ വർഷം എന്നാണ്? 1927. ഇന്ത്യയിലെ പുതിയ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ നിയോഗിച്ച കമ്മീഷനാണ് സൈമൺ കമ്മീഷൻ. അപ്പോൾ എന്താണ് സൈമൺ കമ്മീഷൻ? ഇന്ത്യയിലെ പുതിയ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ നിയോഗിച്ച കമ്മീഷനാണ് എന്ത്? സൈമൺ കമ്മീഷൻ. സൈമൺ കമ്മീഷൻ രൂപീകൃതമായ വർഷം 1927. സൈമൺ കമ്മീഷൻ രൂപീകൃതമായ വർഷം എന്നാണ്? 1927. സൈമൺ കമ്മീഷൻ്റെ ഔദ്യോഗിക നാമം ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്നാണ്. എന്താണ്? സൈമൺ കമ്മീഷൻ്റെ ഔദ്യോഗിക നാമം എന്താണ്? ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്നാണ്. ഓക്കെ ആണോ? എന്താണ്? സൈമൺ കമ്മീഷൻ്റെ ഔദ്യോഗിക നാമം എന്താണ്? ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്നാണ്. സൈമൺ കമ്മീഷൻ രൂപീകൃതമായതെന്നാണ്? 1927 നവംബറിലാണ്. എന്നാണ്? 1927 നവംബറിലാണ് എന്ത്? സൈമൺ കമ്മീഷൻ രൂപീകൃതമായത്. സൈമൺ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 7 പേരാണ്. സൈമൺ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 7 പേരാണ്. ഓക്കെ ആണോ? എന്താണ്? സൈമൺ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 7 പേരാണ്. ഓക്കെ ആണല്ലോ? അങ്ങനെ 1927 സൈമൺ കമ്മീഷൻ രൂപീകരിച്ചു. സൈമൺ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? സർ ജോൺ സൈമൺ ആണ്. ആ വാക്കിൽ നിന്ന് തന്നെ കിട്ടും. എന്താണ്? സൈമൺ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? സർ ജോൺ സൈമൺ ആണ്. അങ്ങനെ ജോൺ സൈമണും കമ്മീഷൻ അംഗങ്ങളും കൂടി നമ്മുടെ ഇന്ത്യയിൽ മുംബൈയിൽ എത്തിച്ചേർന്നത് എന്നാണ്? 1928 ഫെബ്രുവരി 3-നാണ്. ഓക്കെ ആണോ? 1928 ഫെബ്രുവരി 3-നാണ് എന്ത്? നമ്മുടെ സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. ഇത്രയും ഓക്കെ ആണോ? എന്താണ് സൈമൺ കമ്മീഷൻ? ഇന്ത്യയിലെ പുതിയ ഭരണ പരിഷ്കാരങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ നിയോഗിച്ച കമ്മീഷനാണ് സൈമൺ കമ്മീഷൻ. സൈമൺ കമ്മീഷൻ്റെ അധ്യക്ഷനാരാണ്? ജോൺ സൈമൺ ആണ്. സൈമൺ കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ട്? 7 പേരുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്ത്യയിലെ ഭരണപരിഷ്കാരത്തെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി ഇന്ത്യയിൽ ഇവർ എത്തിച്ചേർന്നത് എന്നാണ്? 1928 ഫെബ്രുവരി 3-നാണ്. ഓക്കെ ആണോ? 1928 ഫെബ്രുവരി 3-നാണ് ഇവർ ബോംബെയിൽ എത്തിച്ചേർന്നത്. ഓക്കെ ആണല്ലോ? സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ഇർവിൻ പ്രഭു ആയിരുന്നു. ആരായിരുന്നു? ഇർവിൻ പ്രഭു ആയിരുന്നു. ഓക്കെ ആണോ? അപ്പോൾ സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ഇർവിൻ പ്രഭു ആയിരുന്നു. ആരായിരുന്നു? ഇർവിൻ പ്രഭു ആയിരുന്നു. ഓക്കെ ആണോ? സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ഇർവിൻ പ്രഭു ആയിരുന്നു. സൈമൺ കമ്മീഷനിൽ അംഗമായിരുന്നതും പിന്നീട് ബ്രിട്ടനിൽ പ്രധാനമന്ത്രി പദവി വഹിച്ചിട്ടുമുള്ളതുമായ വ്യക്തി ആരാണ്? ക്ലെമന്റ് ആറ്റ്ലി ആണ്. ആരാണ്? ക്ലെമന്റ് ആറ്റ്ലി. അപ്പോൾ ക്ലെമന്റ് ആറ്റ്ലി എന്താണ്? സൈമൺ കമ്മീഷനിൽ അംഗമായിരുന്നു. അതിനുശേഷം അദ്ദേഹം എന്തായി? ബ്രിട്ടനിലെ പ്രധാനമന്ത്രി പദവിയും വഹിച്ചിട്ടുണ്ട്. ഓക്കെ ആണോ? അപ്പോൾ സൈമൺ കമ്മീഷനിലെ അംഗമായതും പിന്നെ ബ്രിട്ടനിലെ പ്രധാനമന്ത്രി പദവി വഹിച്ചിട്ടുമുള്ള വ്യക്തിയാണ് ആര്? ക്ലെമന്റ് ആറ്റ്ലി. ഓക്കെ ആണോ? അപ്പോൾ ക്ലെമന്റ് ആറ്റ്ലി എന്താണ്? സൈമൺ കമ്മീഷനിലെ അംഗവുമായി പിന്നെന്താണ്? ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയുമായി. അപ്പോൾ അങ്ങനെയായ വ്യക്തിയാണ് ആര്? ക്ലെമന്റ് ആറ്റ്ലി ആണ്. സൈമൺ കമ്മീഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വൈറ്റ് മെൻ കമ്മീഷൻ. സൈമൺ കമ്മീഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത്? വൈറ്റ് മെൻ കമ്മീഷൻ. ഓക്കെ ആണോ? അപ്പോൾ സൈമൺ കമ്മീഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത്? വൈറ്റ് മെൻ കമ്മീഷൻ. വൈറ്റ് മെൻ കമ്മീഷൻ. ഓക്കെ ആണല്ലോ? സൈമൺ കമ്മീഷൻ ഇന്ത്യക്കാർ ബഹിഷ്കരിക്കുവാൻ കാരണം എന്താണ്?
സൈമൺ കമ്മീഷനിൽ ഇന്ത്യക്കാരായ ആരും അതിൽ അംഗമായിരുന്നില്ല. ഓക്കെയാണോ? ഈ സൈമൺ കമ്മീഷനെ നമ്മുടെ ഇന്ത്യക്കാർ എന്താണ് അതിനെ ബഹിഷ്കരിച്ചു. എന്തുകൊണ്ടാണ് ബഹിഷ്കരിച്ചത്? ഈ സൈമൺ കമ്മീഷനിൽ എന്താണ് ഇന്ത്യക്കാർ ആരുമില്ലായിരുന്നു. ഇന്ത്യക്കാരായിട്ടുള്ള ആരും സൈമൺ കമ്മീഷനിൽ അംഗമായിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ സൈമൺ കമ്മീഷനെ ബഹിഷ്കരിച്ചത്. അതുകൊണ്ടാണ് ഇതിനെ എന്താ വിളിക്കുന്നത്? വൈറ്റ് മെൻ കമ്മീഷൻ എന്ന് വിളിക്കുന്നത്. എന്താണ്? വൈറ്റ് മെൻ കമ്മീഷൻ എന്നും വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ? സൈമൺ കമ്മീഷനെതിരെ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ് 1927 മദ്രാസ് സമ്മേളനം. എന്താണ്? സൈമൺ കമ്മീഷനെതിരെ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ് ഏത്? 1927 മദ്രാസ് സമ്മേളനം. ഓക്കെയാണോ? എന്താണ്? സൈമൺ കമ്മീഷനെതിരെ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ് ഏത്? 1927 മദ്രാസ് സമ്മേളനം. ആ മദ്രാസ് സമ്മേളനത്തിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു? M.A. അൻസാരി ആയിരുന്നു. ആരായിരുന്നു? M.A. അൻസാരി ആയിരുന്നു. ഓക്കെയാണോ? അപ്പോൾ മദ്രാസ് സമ്മേളനത്തിൻ്റെ 1927 മദ്രാസ് സമ്മേളനത്തിൻ്റെയും പ്രസിഡന്റ് ആരായിരുന്നു? M.A. അൻസാരി ആയിരുന്നു. മദ്രാസിൽ സൈമൺ കമ്മീഷനെതിരെ പ്രക്ഷോഭം നടത്തിയതാരായിരുന്നു? ടി പ്രകാശം ആയിരുന്നു. എന്താണ്? മദ്രാസിൽ സൈമൺ കമ്മീഷനെതിരെ പ്രക്ഷോഭം നടത്തിയതാരായിരുന്നു? ടി പ്രകാശം ആയിരുന്നു. ആരായിരുന്നു? ടി പ്രകാശം ആയിരുന്നു. സൈമൺ കമ്മീഷനെതിരെ ലാഹോറിൽ നടന്ന പ്രതിഷേധത്തെ തുടർന്ന് പോലീസിൻ്റെ അടിയേറ്റു മരിച്ച നേതാവ് ആരായിരുന്നു? ലാല ലജ്പത് റായ് ആയിരുന്നു. ആരാണ്? സൈമൺ കമ്മീഷനെതിരെയുള്ള സമരത്തിൽ പോലീസ് മർദ്ദനത്താൽ മരണം കൈവരിച്ച നേതാവാണ് ആര്? ലാല ലജ്പത് റായ്. എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ്? സൈമൺ കമ്മീഷനെതിരെ സമരത്തിൽ പോലീസ് മർദ്ദനത്താൽ മരണം കൈവരിച്ച നേതാവാണ് ആര്? ലാല ലജ്പത് റായ്. ലാത്തി ചാർജിൽ നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസറാണ് ആര്? സാൻഡേഴ്സൺ. ഈ സൈമൺ കമ്മീഷനെതിരെയുള്ള സമരത്തിൽ ലാത്തി ചാർജിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസറാണ് ആര്? സാൻഡേഴ്സൺ. സാൻഡേഴ്സൺ ആണ് ഈ ലാല ലജ്പത് റായിയുടെ മരണത്തിന് കാരണക്കാരനായ ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനാരാണ്? സാൻഡേഴ്സൺ ആണ്. അപ്പോൾ ലാല ലജ്പത് റായിയുടെ മരണത്തിന് കാരണക്കാരനായ ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനാരാണ്? സാൻഡേഴ്സൺ ആണ്. ഓക്കെ ആണോ? അപ്പോൾ ലാല ലജ്പത് റായിയുടെ മരണത്തിന് കാരണക്കാരനായ ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനാരാണ്? സാൻഡേഴ്സൺ ആണ്. സാൻഡേഴ്സിനെ വധിച്ച ധീര ദേശാഭിമാനികൾ ആരൊക്കെയാണ്? ഭഗത് സിംഗും രാജ്ഗുരുവും സുഖദേവും. അപ്പോൾ സാൻഡേഴ്സിനെ വധിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യസമര സേനാനികൾ ആരൊക്കെയാണ്? ഭഗത് സിംഗ് ഉണ്ട്, രാജ്ഗുരു ഉണ്ട്, സുഖദേവ് ഉണ്ട്. ഓക്കെയാണോ? അപ്പോൾ ലാല ലജ്പത് റായിയെ സാൻഡേഴ്സൺ വധിച്ചു. ആ സാൻഡേഴ്സനെ വധിച്ച ആരൊക്കെയാണ്? ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ്. ഓക്കെയാണോ? ലാല ലജ്പത് റായിയെ സാൻഡേഴ്സൺ വധിച്ചു. ഈ സാൻഡേഴ്സനെ വധിച്ചതാരാണ്? ഭഗത് സിംഗും രാജ്ഗുരുവും സുഖദേവും. ഓക്കെ ആണല്ലോ? 1928 മുംബൈയിലെത്തിയ സൈമൺ കമ്മീഷനെതിരെ ഇന്ത്യൻ ജനത പ്രതിഷേധിച്ച് നടത്തിയ മുദ്രാവാക്യം എന്താണ്? സൈമൺ ഗോ ബാക്ക്. എന്താണ്? 1928 മുംബൈയിലെത്തിയ സൈമൺ കമ്മീഷനെതിരെ ഇന്ത്യൻ ജനത പ്രതിഷേധിച്ച് നടത്തിയ മുദ്രാവാക്യം എന്തായിരുന്നു? സൈമൺ ഗോ ബാക്ക്. എന്താണ്? സൈമൺ ഗോ ബാക്ക്. ഈ സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം ആവിഷ്കരിച്ചതാരാണ്? യൂസഫ് മെഹർ അലി. ആരാണ്? യൂസഫ് മെഹർ അലി. അപ്പോൾ സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം ആവിഷ്കരിച്ചത് ആരാണ്? യൂസഫ് മെഹർ അലിയാണ്. ആരാണ്? യൂസഫ് മെഹർ അലിയാണ്. സൈമൺ കമ്മീഷൻ തിരിച്ചുപോയ വർഷം 1929 മാർച്ച് 3-നാണ്. എന്താണ്? സൈമൺ കമ്മീഷൻ തിരിച്ചുപോയത് എന്നാണ്? 1920 അല്ല, 1929 ആണ്. എന്നാണ്? 1929 മാർച്ച് 3-നാണ്. ഓക്കെ ആണോ? അപ്പോൾ സൈമൺ കമ്മീഷൻ തിരിച്ചുപോയ വർഷം ഏതാണ്? 1929 മാർച്ച് 3-നാണ്. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്നതെന്നാണ്? 1928 ഫെബ്രുവരി 3-ന്. തിരിച്ചു പോയതെന്നാണ്? 1929 മാർച്ച് 3-ന്. അങ്ങനെ സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച വർഷം ഏതാണ്? 1930. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തിയ വർഷം ഏതാണ്? 1930 ഏതാണ്? റിപ്പോർട്ട് സമർപ്പിച്ചതെന്നാണ്? 1930. ഓക്കെ ആണല്ലോ? അടുത്തതാണ് ബർദോളി സത്യാഗ്രഹം. ബർദോളി സത്യാഗ്രഹം 1928 നടന്നത്. ബർദോളി സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? 1928.
ബർദോളി സമരത്തിന് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേലാണ്. എന്താണ്? ബർദോളി സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഭൂനികുതി വർധവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ സമരമാണെന്ത്? ബർദോളി പ്രക്ഷോഭം. അപ്പോൾ ബർദോളി പ്രക്ഷോഭം എന്താണ്? ഭൂനികുതി വർധവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ സമരമാണെന്ത്? ബർദോളി സത്യാഗ്രഹം. അപ്പോൾ 1928 സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിൽ ഭൂനികുതി വർധവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ സമരമാണെന്ത്? ബർദോളി സത്യാഗ്രഹം. എന്താണ്? 1928 സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിൽ ഭൂനികുതി വർധവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ സമരമാണെന്ത്? ബർദോളി പ്രക്ഷോഭം. ബർദോളി സത്യാഗ്രഹത്തെ തുടർന്ന് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന സ്ഥാനപ്പേര് നൽകിയത് മഹാത്മാഗാന്ധിജിയാണ്. അപ്പോൾ ബർദോളി സത്യാഗ്രഹത്തിന് വല്ലഭായ് പട്ടേൽ നൽകിയ നേതൃത്വത്തെ അനുസ്മരിച്ചുകൊണ്ട് മഹാത്മാഗാന്ധിജി അദ്ദേഹത്തിന് നൽകിയ സ്ഥാനപ്പേരാണെന്ത്? സർദാർ. ഓക്കെയാണോ? അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന ബഹുമതി കിട്ടിയത് ഏത് പ്രക്ഷോഭത്തെ തുടർന്നാണ്? ബർദോളി സത്യാഗ്രഹത്തെ തുടർന്നാണ്. ആരാണ് ആ സ്ഥാനപ്പേര് നൽകിയത്? മഹാത്മാഗാന്ധിജിയാണ്. ഓക്കെ ആണല്ലോ. ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നേതാവാണെന്ത്? സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പോൾ ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. അപ്പോൾ ബർദോളി ഗാന്ധി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഓക്കെയാണോ? അപ്പോൾ 1928 സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിൽ ഭൂനികുതി വർധവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ സമരമാണ് ഏത്? ബർദോളി സമരം. ഈ ബർദോളി സമരത്തിൽ വല്ലഭായ് പട്ടേൽ നൽകിയ നേതൃത്വത്തെ അനുസ്മരിച്ചുകൊണ്ട് മഹാത്മാഗാന്ധിജി അദ്ദേഹത്തിന് നൽകിയ സ്ഥാനപ്പേരാണ് ഇത്? സർദാർ എന്നുള്ളത്. ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്.